SIR നിന്ന് പുറത്താക്കപ്പെടുന്ന 72.5% പേർ ഏറ്റവും കൂടുതൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊരു വാർത്ത എന്ന് പുറത്തുണ്ട്. അതിനെങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും താഴെത്തട്ട് വരെ അത് കൃത്യമായി പഠിക്കാനോ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനും ഇന്നലെ കഴിഞ്ഞ ദിവസം KPC കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിനെതിരായി നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചതാണ് പാർട്ടി. അപ്പം ഇന്നലെ കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ സ്ട്രോങ് ആയി തന്നെ ഗ്രൗണ്ട് ലെവലിൽ ആ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനോ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന്. രണ്ട് ഈ എക്സസൈസിന്റെ പിന്നിൽ അജണ്ടകളെ രാജ്യമെമ്പാടും കോൺഗ്രസ് തുടക്കത്തിൽ തുറന്നു കാണിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്നത് ഇതിനെ വോട്ട് ചോരി എന്ന് തന്നെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജനാധിപത്യ അവകാശത്തെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കവരാനുള്ള മാർഗം ഒരുക്കുക എന്നുള്ളതാണ് BJP അജണ്ട. ആ BJP അജണ്ട കേരളത്തിലും നടപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആ ശ്രമങ്ങൾ കൂട്ടാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണെന്ന് പരിശോധിക്കണം. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളിൽ പറഞ്ഞ പോലെ ഞങ്ങൾ താഴെത്തട്ടുന്ന ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള BJP അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അജ്ഞാതരായ ആളുകളെ സംബന്ധിച്ച് വരെ വോട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പൊ ഇത് അങ്ങേയറ്റം തെരഞ്ഞെടുപ്പിനെ ഈ പ്രക്രിയയെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന അജണ്ടയെ ആ സുതാര്യത ഉറപ്പുവരുത്തേണ്ട സംവിധാനം തന്നെ അതിനെ കൊല്ലാൻ നിൽക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്. ഇപ്പൊ ബീഹാറിലെ പറഞ്ഞു കേട്ടു, നമ്മൾ ബംഗാളിലെ പറഞ്ഞു കേട്ടു. കേരളത്തിലും BJP അജണ്ട നടപ്പിലാവുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്. അത് ആരാണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കുന്നത്? സെൻട്രലൈസ്ഡ് സംവിധാനമാണോ അതോ താഴെ തട്ട് വരെ ഈ നെറ്റ്വർക്ക് നടപ്പിലാക്കി കൊടുക്കാൻ നിൽക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അത് കൂടുതൽ അതിന്റെ കണക്കുകൾ പഠിച്ച ശേഷം പ്രതികരിക്കാം. തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചോരി ഉണ്ടായിരുന്നു, നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്ന ആരോപണം? ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ സന്ദേഹങ്ങൾക്കും കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വം നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടാവുന്നത്. ഞങ്ങൾ കൂടുതൽ ആ കാര്യങ്ങളെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൂടുതൽ വെരിഫൈ ചെയ്ത് പാർട്ടി കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും. തീർച്ചയായിട്ടും KPC കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ യോഗം ചേർന്ന് തീരുമാനിച്ചതും ഇതിന്റെ തുടർ നടപടികളിലേക്ക് ശക്തമായി മുതിർന്ന നേതൃത്വത്തിന് ഉൾപ്പെടെ ചുമതലകൾ കൊടുത്ത് ഫീൽഡിൽ അസംബ്ലി തലങ്ങളിലേക്ക് മുതിർന്ന നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ ചെന്ന് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും.